എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാനായിട്ട് ഡെലിവറിക്ക് വേണ്ടി. നമ്മൾ സാധാ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എല്ലായിടവും കൊണ്ടുപോകുന്നത് നമുക്കറിയാം. പിന്നെ ഫസ്റ്റായിട്ട് വേണ്ടത് വെള്ള ഷർട്ടും മുണ്ടും നിർബന്ധമാണ്. ഏത് രീതിയിലാണെങ്കിൽ നമുക്ക് നിർബന്ധമാണ്. എത്ര ദിവസം നിൽക്കണമെങ്കിൽ നിർബന്ധമാണ്. നോർമൽ ഡെലിവറി ആണെങ്കിൽ 3 ദിവസം, സിസേറിയൻ ആണെങ്കിൽ 5 ദിവസമാണ്. ആ 5 ദിവസം നിൽക്കുന്നതും വെള്ള ഷർട്ടും മുണ്ടും തന്നെ നിർബന്ധമാണ് കേട്ടോ. പിന്നെ എന്താണ് നമ്മൾ ഈ ബ്ലഡൊക്കെ പോകുമ്പോഴേക്കും അതിന് വേണ്ടി കീറിയ തുണികളൊക്കെ അത്യാവശ്യമാണ്. വെള്ള കളർ തന്നെ വേണം കീറിയ തുണികൾ. പിന്നെ അത് നമ്മൾ കഴുകി വേണം ഇവിടുന്ന് കൊണ്ടുപോകാൻ, വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ. പിന്നെ ബെഡ്ഷീറ്റ് വേണം. നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റാണെങ്കിൽ നമ്മൾ ഗർഭിണി അപ്പോൾ അവർക്ക് എടുത്ത് വെക്കാനൊക്കെ എളുപ്പമായിരിക്കും. 2-3 കട്ടിയുള്ള ബെഡ്ഷീറ്റ് വേണം. പിന്നെ നമ്മൾ കളർ ഡ്രസ്സ് 2-3 എടുക്കാം. ചിലപ്പോൾ ആവശ്യം വന്നാൽ മാത്രം നമുക്കത് ഉപയോഗിച്ചാൽ മതി. പിന്നീട് വേണ്ടത് ബക്കറ്റ് വേണം. കുട്ടിക്ക് ബക്കറ്റ്, ബേസ്, പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കാൻ വെള്ളം കുറച്ച് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് വേണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പില്ലോയോ എന്തെങ്കിലും ഒരു പില്ലോ ഒരെണ്ണം വാങ്ങുന്നത് നല്ലതാണ്. പിന്നെ ഒരു കൊട്ട, ഒക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നീട് വേണ്ടത് എന്താണ്, കൂടെ നിൽക്കുന്നവർക്കും വെള്ള ഷർട്ടും മുണ്ടും അത്യാവശ്യം തന്നെയാണ്. അല്ലെങ്കിൽ അവരവിടെ നിർത്താൻ സമ്മതിക്കത്തില്ല. ആരൊക്കെ വന്നാലും അവർക്ക് വെള്ളം മുണ്ടും വെള്ള ഷർട്ടും അത്യാവശ്യമാണ്. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ കൊട്ട, ഈ ബെഡ് പോലത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാതിരിക്കുക. അതൊക്കെ നമുക്ക് വേണ്ടാത്തതാണ്. പിന്നെ ടർക്കികൾ വാങ്ങുമ്പോൾ ഇങ്ങനത്തെ തുണിയുടെ ടർക്കി വാങ്ങിക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. മറ്റേ ടർക്കി വാങ്ങിക്കുമ്പോഴേക്കും ഞങ്ങൾ വാങ്ങിച്ച ഈ ടർക്കി കേട്ടോ അതാണ് കാണിക്കുന്നത്. ഈ ടർക്കി ഫുള്ള് നോക്കും. ഈ ടർക്കി മെറ്റീരിയൽ നോക്കും. മെറ്റീരിയൽ നൂല് വലിയുന്നൊരു മെറ്റീരിയലാണ്. അതുകൊണ്ട് കുഞ്ഞിൻ്റെ മൂക്കിലൊക്കെ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മെറ്റീരിയൽ വാങ്ങിക്കാതെ തുണിയുടെ മെറ്റീരിയൽ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. തുണിയുടെ ആകുമ്പോൾ വെച്ചാൽ നമുക്ക് നല്ലതല്ലേ, നല്ല എഫക്റ്റീവായിട്ടുണ്ടാവും. തുണിയുടെ മെറ്റീരിയൽ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഏറ്റവും എളുപ്പമാണ്, യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഞങ്ങൾക്ക് ഒരാൾ കൊണ്ടുവന്ന് തന്ന കേട്ടോ അതിൽ. പിന്നീട് ഞങ്ങൾ ആ കടയിൽ പോയിട്ട് ഇതുപോലെ തുണിയുടെ ടർക്കി 2-3 വാങ്ങിച്ചത്. പിന്നെ വേണ്ടത് കുത്തിയിരിപ്പാട്ടോ. കുഞ്ഞിൻ്റെ കുത്തിയിരിപ്പ് കഴുകി വേണം നമ്മൾ കൊണ്ടുപോകാൻ. ഡെറ്റോളൊന്നും യൂസ് ചെയ്യരുത്, അല്ലാതെ നമ്മൾ കഴുകി കൊണ്ടുപോകണം. ഞങ്ങളതൊരു 5 വാങ്ങിച്ചു കൊണ്ടുപോയത്. പിന്നെ കുഞ്ഞിന് വേണ്ടത് തുണിയാട്ടോ. ഒരിക്കലും തുണി എന്താണ് നൂല് വലിയ തുണിയൊന്നും കൊണ്ടുപോകാൻ പാടില്ല. 4 വശത്തും അടിച്ച് വേണം ഇത് മടക്കി അടിച്ച് വെക്കണതാണ് തുണി. ഇതുപോലെ വീതിയിലും നീളത്തിലൊക്കെ വേണം എടുത്തുകൊണ്ട് പോകാൻ. കാരണം നമ്മൾ കോണോട് മടക്കുന്നതല്ലേ, അതുപോലെ സ്റ്റിച്ച് ചെയ്ത് വേണം കൊണ്ടുപോകാൻ. കുട്ടിയുടെ പൊക്കിൾ കൊടിയും ഇത് ഭാഗങ്ങളിലൊന്നും ചുറ്റാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്. പിന്നെ വേണ്ടത് കയ്യിലിടുന്ന സോക്സും കാലിലിടുന്നതുമാണ്. അതും വൈറ്റ് തന്നെ വേണം. ഞാനിപ്പോൾ ഈ കളർ വാങ്ങിച്ചിട്ടിരിക്കുന്നതൊന്നും നഖം വായി വെക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ കളർ വാങ്ങിച്ചേക്കുന്നത്. അവിടെ വൈറ്റ് അല്ലാതെ വേറെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഡോക്ടർ ചിക്കാൻ വന്നാലും വൈറ്റ് തന്നെയാണ് വേണ്ടത്. പിന്നീട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊട്ട, ഇതുപോലത്തെ പില്ലോ വാങ്ങിച്ചാൽ അത്രയും നല്ലതാട്ടോ. പാൽ കൊടുക്കാനൊക്കെ ഈസിയാവും. ഇല്ലെങ്കിൽ സാധാ പില്ലോ ആയാലും മതി. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏത് പൊസിഷനിൽ വേണമെങ്കിലും തിരിച്ച് നമുക്ക് പാൽ കൊടുക്കാൻ പറ്റും. എത്ര ഈസിയാണ് കേട്ടോ. കുഞ്ഞിൻ്റെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ കൊട്ടയാണിത്. ഞാൻ പറഞ്ഞില്ലേ, ഈ കൊട്ട നല്ല കൊട്ടയാണ്. അതുപോലത്തെ ഒരു കൊട്ടയും വാങ്ങിച്ചിട്ട് വെക്കുക. പിന്നെ ബെഡ് വാങ്ങിച്ചിട്ടൊരു കാര്യമില്ല. ബെഡിൽ പിന്നെ അവർ കിടക്കത്തില്ല, പിള്ളേർ കിടക്കാൻ പാടില്ല. കൊതുകുകളുള്ള ബെഡ് വാങ്ങിക്കുന്നത് വെറുതെ വേസ്റ്റാണ്. ഒരു ചെറിയൊരു കൊതുകുകളുടെ കുട വാങ്ങിക്കുക. വാങ്ങിച്ചിട്ട് അത് യൂസ് ചെയ്യുക. കുറച്ച് നാൾ കഴിയുമ്പോൾ കുടയിൽ അവർ കിടക്കത്തില്ല. പിന്നെ നമ്മൾ കുടയിൽ വാങ്ങിച്ചതെന്ന് പറയും, ബെഡ് വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് ഒരു ആവശ്യമില്ല. വീട്ടിൽ നിന്ന് നോക്കി എടുക്കുക. വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പാഡ് വാങ്ങിക്കുക, വെള്ളം പാത്രം, കഞ്ഞി വാങ്ങാനുള്ള പാത്രം, കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഫുഡ് വാങ്ങിക്കാനുള്ള പാത്രം, അങ്ങനെ നമുക്ക് വാങ്ങിക്കാം. ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, കുളിക്കാനും കൊച്ചിൻ്റെ തുണി കഴുകാൻ എപ്പോഴും ഡോക്ടർ വാഷ് സോപ്പ് ഉപയോഗിക്കാനുള്ളതാകുമ്പോഴേക്കും മഞ്ഞ കളറൊക്കെ മാറിക്കിട്ടും. ഡോക്ടർ വാഷ് സോപ്പ് ഡെറ്റോളൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ല, ഡോക്ടർ സമ്മതിക്കത്തില്ല, ഒരു വഴക്ക് പറയുന്നതാണ്. പിന്നെ നമ്മുടെ പേഴ്സണൽ സാധനങ്ങളൊക്കെ എല്ലാം യൂസ് ചെയ്യുന്നവർ എടുക്കുക. പിന്നെ വേണ്ടത് 65 ദിവസമായി വീഡിയോ എടുക്കണമെന്ന് കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ്, ഇതുവരെ നടന്നില്ല. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റി ഇപ്പോൾ എൻ്റെ ഭാഗ്യത്തിന്. അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.